ഹലോ, ഗുഡ് മോർണിംഗ് ഗേയ്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷായി. അപ്പോൾ ഞാൻ ഇന്ന് തെരളിയപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ച നെല്ലിൻ്റെ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെല്ല് കുത്തിപ്പൊടിച്ച് പച്ച നെല്ലിൻ്റെ. അതുപോലെ പിന്നെ തേങ്ങ, ജീരകം, ഏലക്ക. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കരിപ്പോട്ടിയാണ്. കരിപ്പോട്ടി ഇത് കണ്ടോ ഗൈസ്, ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കരിപ്പോട്ടിയാണ്. നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ കരിപ്പോട്ടിയാണ് എടുത്തിരിക്കുന്നത്. കരിപ്പോട്ടി ഔഷധമാണ്, അതുകൊണ്ട് വെള്ളം, ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇത് നനയ്ക്കാം. ആദ്യം കുറച്ച് ഉപ്പൊഴിച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ഉപ്പ് ഒഴിച്ച് കൊടുത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് നനച്ചിട്ട് ഉപ്പ് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ ഒഴിച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് എല്ലായിടം ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഉപ്പ് എല്ലായിടം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഒഴിച്ച് കൊടുക്കുന്ന കരിപ്പൊട്ടി ഉരുക്കിയെടുത്തതാണ്. അത് കാപ്പിയല്ല, കരിപ്പൊട്ടി ഉരുക്കിയെടുത്തത്. നമുക്ക് വേണമെന്ന് ആവശ്യത്തിന് ഒരുപാട് കുഴഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗേസ് ഞാൻ ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത്, അതായത് കരിപ്പൊട്ടി ഇത് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തതെന്ന് പറഞ്ഞാൽ ഏലക്ക പൊടിയും, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചെടുത്തതും ജീരകം പൊടിച്ചെടുത്തതും തേങ്ങയും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ ഒന്ന് എല്ലാം സെറ്റാക്കി എടുക്കുക. ഇതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തെരളിയപ്പം ഇതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ തെരളിയപ്പം ഞാനെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ പച്ച നെല്ലിൻ്റെ മാവ് എടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് എടുത്തു. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് 1 കപ്പ് മാവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കരിപ്പൊട്ടിയാണ് ഉരുക്കിയെടുത്തത്. പിന്നെ തേങ്ങ, ജീരകം, ഏലക്ക, ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ടാണ് ജീരകം ഏലക്ക എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ഓക്കെ, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി വേവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തെരളിയപ്പം